ഇന്ത്യയുടെ ഗതാഗത മാർഗത്തിലും ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെയിൽ ഗതാഗതത്തെ പറ്റിയിട്ടാണ്. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനുമായി ഒരേപോലെ സഹായകമായ ഒരു മാർഗമാണ് ഈ പറയുന്ന റെയിൽ ഗതാഗതം. ഇന്ത്യയിലെ വ്യാവസായിക വളർച്ചയിലും പുരോഗതിയിലും ഒരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് റെയിൽവേ എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ നിർണായക സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് എന്ത് ആരംഭിക്കുന്നത്? അവരുടെ ഗതാഗതം ആരംഭിക്കുന്നത്. 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേ ഗതാഗതം ആരംഭിക്കുന്നത്, റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. ആദ്യമായിട്ടുള്ള റെയിൽ ഗതാഗതം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ബോംബെ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ആദ്യമായിട്ട് ഈ പറയുന്ന റെയിൽ ഗതാഗതം സ്റ്റാർട്ട് ചെയ്തത്. ബോംബെ ടു താനെ വരെയാണ് ആദ്യത്തെ റെയിൽ ഗതാഗതം സ്റ്റാർട്ട് ചെയ്തത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല നാമം എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുല റെയിൽവേ എന്നായിരുന്നു ആദ്യകാല നാമം എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുല റെയിൽവേ എന്നായിരുന്നു ഇന്ത്യയുടെ ആദ്യകാല നാമം എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബറോഡ ഹൗസ്, ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബറോഡ ഹൗസ്, ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ ജീവരേഖ എന്നത് തന്നെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ലൈഫ് ലൈൻ ഓഫ് ദി നേഷൻ എന്നുള്ളതാണ്, രാഷ്ട്രത്തിന്റെ ജീവരേഖ എന്നുള്ളതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയത് ബോറി ബന്ദാറ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ബോറി ബന്ദർ ആണ്. അത് ബോംബെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഇന്ത്യൻ റെയിൽവേ ആദ്യം അറിയപ്പെട്ടിരുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുല റെയിൽവേ എന്നായിരുന്നു. 1890 ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സായി. 1890 ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സായത്. അതിന്റെ ഭാഗമായിട്ട് 1951 ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടു. 1951 ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഭാഗ്യചിഹ്നമുണ്ട്. ഭോലു എന്ന ആനക്കുട്ടിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഭോലു എന്ന ആനക്കുട്ടിയാണ്. അതൊരു കാർട്ടൂൺ കഥാപാത്രമാണ് ഭോലു എന്ന ആനക്കുട്ടി എന്ന് പറയുന്നത്. ഇത് 2002 ഏപ്രിൽ 22 മുതലാണ് ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നമായിട്ട് മാറിയത്. 2002 ഏപ്രിൽ 22 മുതലാണ് ഭോലു എന്ന ആനക്കുട്ടി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നമായിട്ട് മാറിയത്. ഇനി 2003 സ്ഥിരം ഭാഗ്യചിഹ്നമായിട്ട് തെരഞ്ഞെടുത്തത്. 2002 ഭാഗ്യചിഹ്നമായിട്ട് തെരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ഭാഗ്യചിഹ്നമായിട്ട് മാറുന്നു. പക്ഷെ സ്ഥിരമായിട്ട് അതൊരു ഭാഗ്യചിഹ്നമായിട്ട് തെരഞ്ഞെടുത്തത് 2003 മുതലാണ് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഭാഗ്യചിഹ്നമായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ഇനി അതേസമയം ഇതുവരെ ഇന്ത്യൻ റെയിൽവേ പാത കടന്നു പോകാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ പാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരു ഏക സംസ്ഥാനം എന്ന് പറയുന്നത് സിക്കിമാണ്. ഇതുവരെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലൂടെ റെയിൽവേ പാത ബന്ധിപ്പിച്ചിട്ടില്ല. അത്തരത്തിൽ ബന്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനം എന്ന് പറയുന്നത് സിക്കിമാണ്. എന്നാൽ സിക്കിമിനെയും ഈ പറയുന്ന പശ്ചിമ ബംഗാളിനെയും ബന്ധിപ്പിക്കാനുള്ള സിവോക് റെങ്പോ എന്ന് പറയുന്ന ഒരു റെയിൽ പ്രോജക്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, സിക്കിമുമായിട്ട് വേറൊരു കണക്ഷനും റെയിൽവേ പാത ഉപയോഗിച്ച് കണക്ഷൻസ് ഒന്നും നടത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഈ പറയുന്ന റെയിൽവേ പാളങ്ങളുണ്ട്. അപ്പോൾ റെയിൽവേ പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയെ നമുക്ക് പല രീതിയിൽ വർഗീകരിക്കാനായിട്ട് പറ്റും. അതായത് റെയിൽവേ പാളങ്ങളുടെ അകലത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയെ വർഗീകരിക്കാനായിട്ട് പറ്റും. അതായത് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബ്രോഡ് ഗേജ്, അതുപോലെ മീറ്റർ ഗേജ്, നാരോ ഗേജ്. അപ്പോൾ ബ്രോഡ് ഗേജ് റെയിൽവേ ഉണ്ട്, അതുപോലെ മീറ്റർ ഗേജ് റെയിൽവേ ഉണ്ട്, അതുപോലെ നാരോ ഗേജ് റെയിൽവേ ഉണ്ട്. അതിൽ ബ്രോഡ് ഗേജ് റെയിൽപാളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽപാളങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 1.67 ആ ഒരു മീറ്ററിന് അത്രയും അകലമുണ്ട്. അതായത് റെയിൽവേ പാളങ്ങൾ തമ്മിൽ 1.67 മീറ്റർ നീളം അത്രയും ഉണ്ടെങ്കിൽ അത് ബ്രോഡ് ഗേജ് പാളങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ബ്രോഡ് ഗേജിലാണ് അത് ഉൾപ്പെടുന്നത്. മീറ്റർ ഗേജിൽ വരുമ്പോൾ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? മീറ്റർ ഗേജ് ആണ്. അപ്പോൾ മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 മീറ്റർ അകലത്തിലാണ്. ബ്രോഡ് ഗേജ് ആകുമ്പോൾ 1.6 മീറ്റർ അകലത്തിലാണ് പാലങ്ങൾ. മീറ്റർ ഗേജിൽ വരുമ്പോൾ 1 മീറ്റർ അകലത്തിലേക്ക് വരും. നാരോ ഗേജിലേക്ക് വരുമ്പോഴത്തേക്ക് കുറയുകയല്ലേ ചെയ്യുന്നത്? ആ നാരോ ഗേജിലേക്ക് വരുമ്പോൾ 0.76 അല്ലെങ്കിൽ 0.61 അത്രയും മീറ്റർ അകലത്തിലാണെങ്കിൽ അതിനെയാണ് നാരോ ഗേജ് റെയിൽവേ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ പറയുന്ന റെയിൽവേ ദൈർഘ്യം കൂടിയ റെയിൽവേ എന്ന് പറയുന്നത്, അതായത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ബ്രോഡ് ഗേജ് ആണ്. ഇനി അതുപോലെ തന്നെ
ഇന്ത്യയിലെ റെയിൽവേ ദൈർഘ്യത്തിന്റെ ഏകദേശം 74% ബ്രോഡ് ഗേജ് റെയിൽവേസ് ആണ്. അതായത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള റെയിൽവേ ദൈർഘ്യം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ ബ്രോഡ് ഗേജ് ആണെന്ന് പറഞ്ഞു. ഈ ബ്രോഡ് ഗേജ് തന്നെ 74%, ബാക്കിയുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 74% എന്ത് തന്നെയാണ്, ബ്രോഡ് ഗേജ് പാലങ്ങൾ തന്നെയാണെന്ന് പറയാൻ പറ്റും. ഏറ്റവും കുറവുള്ളത് ഏതാണ്, നാരോ ഗേജ് ആണ്. ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്നത് ഏകദേശം 5% മാത്രമേ നാരോ ഗേജ് റെയിൽപാളകൾ കാണപ്പെടുന്നുള്ളൂ. ഇനി നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഓരോ മേഖലയിലും ഓരോ റെയിൽവേ സോണുകൾ എന്നുള്ളത്, അതായത് ആ പ്രദേശത്തുള്ള റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന അതാണ് റെയിൽവേ സോണുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആകെ 18 റെയിൽവേ മേഖലകളാണ് അല്ലെങ്കിൽ റെയിൽവേ സോണുകളാണ് ഉള്ളത്. ഭരണനിർവഹണത്തിനാണ് ഇത്തരത്തിൽ തിരിച്ചിരിക്കുന്നത്. അതായത് ഭരണനിർവഹണത്തിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പം എല്ലായിടത്തും ഒരു കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരൊറ്റ സെന്ററിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലെയും റെയിൽവേ സിസ്റ്റത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓരോ മേഖലകൾ തിരിച്ച് ആ മേഖലകളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരു സോണ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ആകെ 18 റെയിൽവേ സോണുകളാണ് കാണപ്പെടുന്നത്. ഭരണനിർവഹണത്തിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സോണുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇതില് കേരളത്തിൽ വരുമ്പോൾ 2 സോണുകളാണുള്ളത്. കേരളത്തിൽ പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനിലുള്ള ഒരു സോണുണ്ട്. ഇതിൽ കേരളം ഉൾപ്പെടുന്നത് പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനിൽ വരുന്ന ഒരു സോണാണ്. അത് നമുക്ക് പറയാം, അത് ദക്ഷിണ റെയിൽവേ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഏതൊക്കെയാണ് ഈ 18 സോണുകൾ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഈ 18 സോണുകൾ എന്ന് പറഞ്ഞാലും അതിനകത്ത് 17 എണ്ണം മാത്രമേ റെയിൽവേ സോണുകളായിട്ടുള്ളൂ. ഒരെണ്ണം എന്ന് പറയുന്നത് മെട്രോ റെയിലാണ്. ഓക്കെ, 18 എണ്ണത്തിൽ 17 എണ്ണവും റെയിൽവേ സോണുകളും ഒരെണ്ണം മെട്രോ റെയിലുമാണ്. അങ്ങനെയാണ് 18 എണ്ണം എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് മധ്യ റെയിൽവേ. മധ്യ റെയിൽവേ എന്ന് പറയുമ്പോൾ സെൻട്രൽ റെയിൽവേ ആണ്. മധ്യ റെയിൽവേ അഥവാ സെൻട്രൽ റെയിൽവേ ആണ്. അപ്പോൾ സെന്ററിൽ വരികയാണ്. അപ്പോൾ സെന്റർ എന്ന് പറയുമ്പോൾ അതിന്റെ ആസ്ഥാനം സ്വാഭാവികമായിട്ടും ഏതായിരിക്കും, മുംബൈ ആയിരിക്കും. അപ്പം സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. മധ്യ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ആണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം അത് സെൻട്രലാണ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ ഏറ്റവും മുകളിലെത്താണ്. അപ്പോൾ മുകളിലെത്തുമ്പോൾ ഏതാണ്, ഉത്തര റെയിൽവേ ആണ് അല്ലെ. ഏറ്റവും മുകളിലാവുമ്പോഴത്തേക്ക് ഉത്തര റെയിൽവേ ആണ്. അപ്പോൾ ഉത്തര റെയിൽവേ അഥവാ നോർത്തേൺ റെയിൽവേ റീജിയൻ ആണ്. അപ്പം ഉത്തര റെയിൽവേ അഥവാ നോർത്തേൺ റെയിൽവേ റീജിയനിൽ വരുന്നത് ഡൽഹിയാണ്. അപ്പോൾ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. അപ്പം ഏറ്റവും മുകളിൽ ഉത്തര റെയിൽവേ അഥവാ നോർത്തേൺ റെയിൽവേ എന്ന് പറയുന്നതിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഏറ്റവും വലിയ ഒരു റീജിയൻ ആണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സോണാണ് ഈ പറയുന്ന ഡൽഹിയിലെ റെയിൽവേ സോൺ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നേരെ താഴെ സൗത്തിലേക്ക് വരികയാണ്, സതേൺ റെയിൽവേയിലേക്ക് വരികയാണ്. അതായത് ദക്ഷിണ റെയിൽവേ. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ചെന്നൈയാണ്. അപ്പോൾ ഈ സതേൺ റെയിൽവേ അഥവാ ദക്ഷിണ റെയിൽവേയിൽ ഉൾപ്പെടുന്നതാണ് കേരളം പോലുള്ള ഡിവിഷനുകൾ. അപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പം തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഉൾപ്പെടുന്നത് ആക്ച്വലി ദക്ഷിണ റെയിൽവേയിലാണ്. അതായത് ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേ സോണിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്, നമ്മുടെ കേരളം ഉൾപ്പെടുന്നത്. അപ്പം ഏറ്റവും സെന്ററിലുള്ളത് മുംബൈ ആണ്. അതുപോലെ തന്നെ നോർത്ത് എന്ന് പറയുമ്പോൾ ഡൽഹി, സതേൺ റെയിൽവേ എന്ന് പറയുന്നത് ചെന്നൈ ആസ്ഥാനമാണ്. ഇനി പൂർവ്വ റെയിൽവേ ഉണ്ട്, അതായത് ഈസ്റ്റേൺ ആയിട്ടുള്ള റെയിൽവേ ഉണ്ട് അഥവാ കിഴക്കൻ റെയിൽവേ. അപ്പോൾ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കട്ടയാണ്. ഇനി പശ്ചിമ റെയിൽവേ ഉണ്ട് അല്ലെങ്കിൽ പടിഞ്ഞാറൻ റെയിൽവേ സോൺ ഉണ്ട്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. അപ്പോൾ ചോദിക്കും, മുംബൈ അല്ലേ ഈ പറയുന്ന സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്? അപ്പോൾ സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം പ്രോപ്പർ മുംബൈ ആണെങ്കിൽ ഈ പറയുന്ന പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയിലെ തന്നെ ചർച്ച് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയിലെ തന്നെ ചർച്ച് ഗേറ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. അടുത്ത റെയിൽവേ സോൺ ആണ് നോർത്ത് ഈസ്റ്റ് റെയിൽവേ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വടക്ക് കിഴക്കൻ റെയിൽവേ സോൺ. അപ്പോൾ വടക്ക് കിഴക്കൻ റെയിൽവേ സോൺ ആണ് ഗോരഖ്പൂർ എന്ന് പറയുന്നത്. വടക്ക് കിഴക്കൻ റെയിൽവേ സോൺ എന്ന് പറയുന്നത് ഗോരഖ്പൂർ ആണ്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. സൗത്ത് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തെക്ക് കിഴക്കൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊൽക്കത്തയിലാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അതേസമയം ഈ പറയുന്ന തെക്ക്, അതായത് തെക്ക് പടിഞ്ഞാറൻ റെയിൽവേ സോൺ ഉണ്ട്. സൗത്ത് വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയിലെ ഹൂബ്ലിയാണ്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയിലെ ഹൂബ്ലിയാണ് ആസ്ഥാനം. ഇനി അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ റെയിൽവേ സോൺ ഉണ്ട്. അതായത് നോർത്ത് വെസ്റ്റ് റെയിൽവേ സോൺ ഉണ്ട്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജയ്പൂർ ആണ്. നോർത്ത് വെസ്റ്റ്, അതായത് വടക്ക് പടിഞ്ഞാറൻ റെയിൽവേ സോണിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജയ്പൂർ ആണ്. ഇപ്പൊ നമ്മൾ 9 റെയിൽവേ സോണുകളാണ് പറഞ്ഞത്. ഇനി പറയാനുള്ളത് കിഴക്കൻ മധ്യ റെയിൽവേ എന്ന് പറയുന്നത്. കിഴക്കൻ മധ്യ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഈ കിഴക്ക് ഭാഗത്ത് കാണപ്പെടും, അതിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന റെയിൽവേ സോണാണ് കിഴക്കൻ മധ്യ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ കിഴക്കൻ മധ്യ റെയിൽവേ എന്ന് പറയുന്നത് ഹാജിപൂർ ആണ് കിഴക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ കിഴക്കൻ തീരദേശ റെയിൽവേ ഉണ്ട്. കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഭുവനേശ്വരാണ്. കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഭുവനേശ്വരാണ്. ഇനി അതുപോലെ തന്നെ
വടക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനമുണ്ട്. കിഴക്ക് അടുത്തത് വടക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം, അതായത് നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് അലഹബാദാണ്. വടക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് അലഹബാദാണ്. അതേസമയം വടക്ക് കിഴക്കൻ അതിർത്തി റെയിൽവേ ഉണ്ട്, അതായത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേസ് ഉണ്ട്. വടക്ക് കിഴക്കൻ അതിർത്തി റെയിൽവേ, അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഗുവാഹട്ടിയാണ്. വടക്ക് കിഴക്കൻ അതിർത്തി റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഗുവാഹട്ടിയാണ്. ഇനി ദക്ഷിണ മധ്യ റെയിൽവേ എന്ന് പറയും, അതായത് സൗത്ത് സെൻട്രൽ റെയിൽവേ എന്നുള്ളത്. ദക്ഷിണ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് സെക്കന്ദരാബാദ് ആണ്. സെക്കന്ദരാബാദ് ആണ് ദക്ഷിണ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ തെക്ക് കിഴക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബിലാസ്പൂർ ആണ്. തെക്ക് കിഴക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബിലാസ്പൂർ ആണ്. തെക്ക് കിഴക്കൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അതേസമയം പടിഞ്ഞാറൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം, വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ജബൽപൂർ ആണ്. പടിഞ്ഞാറൻ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ജബൽപൂർ ആണ്. അതേസമയം ദക്ഷിണ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം, സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. ദക്ഷിണ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. ഇത്തരത്തിൽ 17 സോണുകളാണ്, റെയിൽവേ സോണുകളും ഒരു മെട്രോ റെയിലുമാണ്. മെട്രോ റെയിൽ എന്ന് പറയുമ്പോൾ എവിടെയാണ്? കൊൽക്കത്ത മെട്രോയാണ്. അപ്പോൾ ഒരു മെട്രോ റെയിലും ചേർന്നതാണ് ഇന്ത്യയിലെ റെയിൽവേ സോണുകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇന്ത്യക്ക് 18 റെയിൽവേ സോൺസുകൾ ഉണ്ട്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഛത്രപതി ശിവജി മഹാരാജ ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷനാണ്. അതായത് മുംബൈ CST എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. മുംബൈ CST എന്ന് പറയുമ്പോൾ ഛത്രപതി ശിവജി മഹാരാജ ടെർമിനൽസ് എന്നുള്ളതാണ് CST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1996 മുതലാണ് റെയിൽവേ സ്റ്റേഷൻ ആരംഭിച്ചത്. 1996 മുൻപ് ഇത് അറിയപ്പെട്ടിരുന്നത്, കാരണം 96 മുതലാണ് ഇത് ഛത്രപതി ശിവജി എന്നുള്ളൊരു പേരിൽ അറിയപ്പെടുന്നത്. 1996 മുൻപ് ഇത് അറിയപ്പെട്ടിരുന്നത് വിക്ടോറിയ ടെർമിനൽ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് വിക്ടോറിയ ടെർമിനൽ എന്ന് പറയാം. പക്ഷെ 96 ശേഷം പേര് മാറ്റി മുംബൈ CST അഥവാ ഛത്രപതി ശിവജി മഹാരാജാസ് ടെർമിനലിന് പേര് മാറ്റുകയാണ് ചെയ്തത്. ഇതിന്റെ വാസ്തുശില്പി എന്ന് പറയുന്നത് FW സ്റ്റീവൻസ് ആണ് ഇതിന്റെ ശില്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ റെയിൽവേ കൂടിയാണ് CST റെയിൽവേ എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ റെയിൽവേ കൂടിയാണ്, ഇന്ത്യൻ റെയിൽവേ കൂടിയാണ് CST എന്ന് പറയുന്നത്, ഛത്രപതി ശിവജി ടെർമിനൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ റെയിൽവേ പാതകളുണ്ട്. ആ റെയിൽവേ പാതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ റെയിൽവേ പാതകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് ഡാർജിലിംഗ് മുതൽ ഡാർജിലിംഗിലുള്ള ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എന്നറിയപ്പെടുന്ന റെയിൽവേ ആണ്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണ് ഒന്നാമതായിട്ട് ഇടം നേടിയത്. ഈ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയെ മൗണ്ടൻ റെയിൽവേസ് എന്നും അറിയപ്പെടാറുണ്ട്. അതായത് മൗണ്ടൻ റെയിൽവേയുടെ ഭാഗമാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എന്ന് പറയുന്നത്. കാരണം ഡാർജിലിംഗും ഹിമാലയം എന്നൊക്കെ പറയുമ്പോൾ മൗണ്ടൻ റീജിയൻസ് അല്ലേ, പർവ്വത റീജിയൻസ് അല്ലേ, അപ്പോൾ മൗണ്ടൻ റെയിൽവേസിലാണ് ഇത് ഉൾപ്പെടുന്നത്. അത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ റെയിൽവേ പാതയാണ്. അടുത്തത് മറ്റൊന്നാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ നീലഗിരി മൗണ്ടൻ റെയിൽവേ എന്ന് പറയുന്നത് ഈ പറയുന്ന യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു റെയിൽവേ പാതയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 3 തരത്തിലുള്ള ഗേജുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 തരത്തിലുള്ള ഗേജും ഉള്ള ഇന്ത്യയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് നീലഗിരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് നീലഗിരി മൗണ്ടൻ റെയിൽവേ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞതാണ്. ഈ പറയുന്ന 3 തരത്തിലുള്ള റെയിൽവേ ഗേജുകളുമുള്ള ഇന്ത്യയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് നീലഗിരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അടുത്ത 3ാമത്തെ റെയിൽവേ പാത പറയാം. അതെന്ന് പറയുന്നത് കൽക്കട്ട ഷിംല റെയിൽവേ പാതയാണ്. കൽക്കട്ട ഷിംല റെയിൽവേ പാത എന്ന് പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ റെയിൽവേ പാതയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെ റെയിൽവേ പ്ലാറ്റ്ഫോം ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ വലുതെന്ന് പറയുന്നത് കൊല്ലം റെയിൽവേ പ്ലാറ്റ്ഫോം ആണ്. നമ്മുടെ കേരളത്തിലെ കൊല്ലം റെയിൽവേ പ്ലാറ്റ്ഫോം ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ എന്ന് പറയുന്നത് മേധ എന്ന് പറയുന്ന ട്രെയിനാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ എന്ന് പറയുന്നത് മേധ എന്ന് പറയുന്ന ട്രെയിനാണ്. മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ട്രെയിനാണ് ഈ പറയുന്ന മേധ എന്ന് പറയുന്ന ട്രെയിൻ. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ട്രെയിൻ എന്ന് പറയുന്നത് മേധയാണ്. മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഈ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ട്രെയിനാണ് ഈ മേധ. പൂർണ്ണമായും നിർമ്മിച്ച ആദ്യത്തെ എഞ്ചിൻ ഇല്ലാത്ത ട്രെയിൻ, അതായത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എഞ്ചിൻ ഇല്ലാത്ത ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിൻ 18 ആണ്. ട്രെയിൻ 18 ആണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എഞ്ചിൻ ഇല്ലാത്ത ട്രെയിൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത ഏറിയ ട്രെയിൻ എന്ന് പറയുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട് എന്ന് പറയുന്നത് വാരണാസി മുതൽ ഡൽഹി വരെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട് എന്ന് പറയുന്നത്. വാരണാസി ടു ഡൽഹിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട് എന്ന് പറയുന്നത്.
ട്രെയിൻ 18 ആണ് എന്നാണ് ഇപ്പോഴത്തെ പേര്. ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് ട്രെയിൻ 18 എന്നാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഇപ്പോഴത്തെ പേര് ട്രെയിൻ 18 എന്നാണ് അതിന്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ദീർഘദൂരം സർവീസ് നടത്തുന്ന ട്രെയിൻ എന്ന് പറയുന്നത് വിവേക് എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ദീർഘദൂരം സർവീസ് നടത്തുന്ന ട്രെയിൻ എന്ന് പറയുന്നത് വിവേക് എക്സ്പ്രസ് ആണ്. ഏറ്റവും ദീർഘദൂരം സർവീസ് നടത്തുന്ന എക്സ്പ്രസ് എന്ന് പറയുന്നത്. ദീർഘദൂരം എന്ന് പറയുമ്പോൾ അത് ദിബ്രുഗഡ് മുതൽ കന്യാകുമാരി വരെ ആണ് ഈ പറയുന്ന വിവേക് എക്സ്പ്രസ് പോകുന്നത്. വിവേക് എക്സ്പ്രസ് പോകുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? ദിബ്രുഗഡ് മുതൽ കന്യാകുമാരി വരെയാണ് വിവേക് എക്സ്പ്രസ് പോകുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ പറയുന്ന ദിബ്രുഗഡ് മുതൽ കന്യാകുമാരി വരെയാണ് വിവേക് എക്സ്പ്രസ് പോകുന്നത്. ഇനി വിവേക് എക്സ്പ്രസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിനാണ് വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് വിവേക് എക്സ്പ്രസ് എന്ന് പേര് കിട്ടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ആരുടെ വിവേകാനന്ദന്റെ, സ്വാമി വിവേകാനന്ദൻ. സോ വിവേക് എക്സ്പ്രസ് 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഇത് വന്നത്. അതുകൊണ്ടാണ് വിവേക് എക്സ്പ്രസ് എന്നുള്ളൊരു പേര് കിട്ടിയത്. ഇനി ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ട്രെയിൻ എന്ന് പറയുന്നത് ഗുണ്ടൂർ വിക്രാബാദ് പാൽനാട് എക്സ്പ്രസ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ട്രെയിൻ എന്ന് പറയുന്നത്. ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പൽനാഡു എക്സ്പ്രസ് ആണ്. പൽനാഡു എക്സ്പ്രസ് ആണ് ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ. അങ്ങനെ ഓർത്തു വെച്ചിരുന്നാൽ മതി, പൽനാഡു എക്സ്പ്രസ് എന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽചെയർ പോർട്ടൽ സൗകര്യം നടപ്പിലാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് യാത്രി മിത്ര സേവ എന്ന് പറയുന്നത്. യാത്രി മിത്ര സേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽചെയർ സംവിധാനം ഒരുക്കുന്ന പദ്ധതിയാണ് യാത്രി മിത്ര സേവ പദ്ധതി എന്ന് പറയുന്നത്. ഇനി രവീന്ദ്രനാഥ ടാഗോറിന് 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസാണ് സംസ്കൃതി എക്സ്പ്രസ് എന്ന് പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന് 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിനാണ് സംസ്കൃതി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇനി കുട്ടികളിൽ ശാസ്ത്ര അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ട്രെയിനാണ് സയൻസ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. കുട്ടികളിൽ ശാസ്ത്ര അവബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് സയൻസ് എക്സ്പ്രസ്. അതിനകത്ത് തന്നെയുണ്ട് ശാസ്ത്രം, അതുകൊണ്ട് സയൻസ് എക്സ്പ്രസ്. എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുമായിട്ട് എക്സിബിഷൻ നടത്തുന്ന ട്രെയിനാണ് റെഡ് റിബൺ എക്സ്പ്രസ് എന്ന് പറയുന്നത്. റെഡ് റിബൺ എക്സ്പ്രസ്, കാരണം എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടല്ലേ റെഡ് റിബൺ വരുന്നത്, അതുകൊണ്ട് അതിന് പറയുന്നതാണ് റെഡ് റിബൺ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഗ്രാമങ്ങളിൽ വൈദ്യസഹായം എത്തിക്കാനായിട്ട് ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ജീവൻ രേഖ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ലൈഫ് ലൈൻ എക്സ്പ്രസ് അഥവാ ജീവൻ രേഖ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇനി ജവഹർലാൽ നെഹ്റുവിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വന്ന എക്സ്പ്രസ് ആണ് ശതാബ്ദി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ശതാബ്ദി എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ റെയിൽവേ എന്ന് പറയുന്നത് ഏതാണ്? എറണാകുളം ജംഗ്ഷൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ റെയിൽവേ എന്ന് പറയുന്നത് എറണാകുളം ജംഗ്ഷൻ ആണ്. ഇന്ത്യയിൽ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഗുവാഹത്തിയാണ്. ഇന്ത്യയിൽ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ എന്ന് പറയുന്നത് ഗുവാഹത്തിയാണ്. ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനും ഏത് തന്നെയാണ്? ഗുവാഹത്തി തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് മാട്ടുംഗയാണ്. മഹാരാഷ്ട്രയിലെ മാട്ടുംഗയാണ്. പൂർണ്ണമായും വനിതകൾ നയിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് മാട്ടുംഗ, മഹാരാഷ്ട്രയിലാണ്. ഇനി അതുപോലെ തന്നെ സ്ത്രീകളുടെ മാത്രം നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഗാന്ധിനഗർ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഗാന്ധിനഗർ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഖ ശങ്കർ യാദവ് ആണ്. സുരേഖ ശങ്കർ യാദവ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് റിങ്കു സിൻഹ റോയ് ആണ്. റിങ്കു സിൻഹ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ട്രെയിൻ ഇടനാഴി എന്ന് പറയുന്നത് രാമേശ്വരം മാനമധുര പാതയാണ്. രാമേശ്വരം മാനമധുര പാതയാണ്. റെയിൽവേ ട്രാക്കുകളിലൂടെ ട്രക്കുകൾ വഴി സുഗമമായിട്ട് ചരക്ക് നീക്കം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയുണ്ട്. കൊങ്കൺ റെയിൽവേയുടെ പദ്ധതിയാണ്. ആ പദ്ധതിക്ക് പറയുന്ന പേരാണ് റോറോ പദ്ധതി എന്ന് പറയുന്നത്. അതായത് റെയിൽവേ ട്രാക്കുകളിലൂടെ ട്രക്കുകൾ വഴി സുഗമമായിട്ട് ചരക്കു നീക്കം സജീവമാക്കുന്ന ഒരു പദ്ധതിയാണ് റോറോ പദ്ധതി എന്ന് പറയുന്നത്. നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരം, ന്യൂഡൽഹിയാണ്. നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരം, ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യ റെയിൽ ഗതാഗത സർവകലാശാല എന്ന് പറയുന്നത് വഡോദരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ ഗതാഗത സർവകലാശാല വഡോദരയാണ്. ആദ്യത്തെ റെയിൽവേ സ്റ്റാഫ് കോളേജും വഡോദരയാണ്. ആദ്യത്തെ റെയിൽവേ സ്റ്റാഫ് കോളേജും വഡോദര തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ റെയിൽ ഗതാഗത സർവകലാശാലയും വഡോദരയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൊങ്കൺ റെയിൽവേയെ പറ്റിയിട്ടാണ്. 1998 നിർമ്മാണം പൂർത്തീകരിച്ചതാണ് കൊങ്കൺ റെയിൽവേ. അത് ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച ഭയങ്കരമായിട്ടുള്ള ഒരു നേട്ടമാണ് ഈ പറയുന്ന കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. 1998 കൊങ്കൺ റെയിൽവേയുടെ പണി പൂർത്തീകരിച്ചത്. അത് ഇന്ത്യൻ റെയിൽവേക്ക് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം കൈവരിച്ച ഒന്നാണ്.
1998 ജനുവരി 26-നാണ് എ ബി വാജ്പേയി ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതായത് കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് 1998 ജനുവരി 26-ന് എ.ബി. വാജ്പേയി ആണ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബേലാപൂരാണ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബേലാപൂർ, നവി മുംബൈ, അതാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ ആണ് ഈ പറയുന്ന കൊങ്കൺ റെയിൽവേയുടെ ആകെ നീളം എന്ന് പറയുന്നത്. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും പിന്നിട്ടാണ് കൊങ്കൺ റെയിൽവേ എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ഈ റെയിൽവേയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കമാണ് കർബുഡെ റെയിൽ എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു തുരങ്കമാണ് കർബുഡെ തുരങ്കം എന്ന് പറയുന്നത്. അതായത് ഈ കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന ഏറ്റവും വലിയ റെയിൽ തുരങ്കമാണ് കർബുഡെ. മഹാരാഷ്ട്രയിലാണ് കർബുഡെ തുരങ്കം എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പറയുന്ന കൊങ്കൺ റെയിൽവേ പ്രവർത്തനം ആരംഭിച്ചത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങൾ ഈ പറയുന്ന കൊങ്കൺ റെയിൽവേയുടെ സംരംഭത്തിൽ പങ്കാളികളാണ്. കൊങ്കൺ പാതയിലൂടെ സർവീസ് നടത്തുന്ന ആഡംബര ട്രെയിനിന്റെ പേര് ഏതാണ്? ഡെക്കാൻ ഒഡീസി എന്നാണ്. കൊങ്കൺ റെയിൽവേയിലൂടെ സർവീസ് നടത്തുന്ന ആഡംബര ട്രെയിനിന്റെ പേരാണ് ഡെക്കാൻ ഒഡീസി എന്ന് പറയുന്നത്. ഈ ശ്രീധരനാണ്, അതായത് ഈ ശ്രീധരനെ മെട്രോമാൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞതാണ്. ഈ ശ്രീധരനാണ് കൊങ്കൺ റെയിൽവേയുടെ ആദ്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. ആരാണ്? കൊങ്കൺ റെയിൽവേയുടെ മാനേജിംഗ് ഡയറക്ടറും ആദ്യ ചെയർമാനുമായിരിക്കുന്നത് ഈ ശ്രീധരനാണ്. ഈ പാതയിലൂടെയുള്ള ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ ആരംഭിച്ച പ്രൊജക്റ്റാണ് രക്ഷാ കവച് എന്ന് പറയുന്നത്. അതായത് കൊങ്കൺ റെയിൽവേയിൽ ബാക്കിയുള്ള ട്രെയിനുകളുമായിട്ടുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ് രക്ഷാ കവച് പ്രൊജക്ട് എന്ന് പറയുന്നത്. റോറോ ട്രെയിൻ റെയിൽവേ ട്രാക്കുകളിലൂടെ ട്രക്കുകൾ വഴി സുഗമമായിട്ട് ചരക്ക് നീക്കം ഉറപ്പാക്കുന്ന കൊങ്കൺ റെയിൽവേയുടെ പദ്ധതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ട്രക്കുകൾ വഴി ചരക്ക് നീക്കം എളുപ്പമാക്കുന്ന ഒരു സംവിധാനമാണ് റോറോ ട്രെയിൻ എന്ന് പറയുന്നത്. ആക്ച്വലി റോറോ ട്രെയിൻ കൊണ്ടുവന്നത് എവിടെയാണ്? കൊങ്കൺ റെയിൽവേയുടെ അധീനതയിലാണ് ഈ റോറോ ട്രെയിൻ പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് കൊങ്കൺ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ റെയിൽവേ ബജറ്റിനെ പറ്റി നോക്കാം. 1924 ഇന്ത്യൻ റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റിൽ നിന്ന് വേർപെടുത്തുകയാണ് ചെയ്തത്. അതായത് ഒരു സെപ്പറേറ്റ് ബജറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി. അക്വർത്ത് കമ്മിറ്റി ആയിരുന്നു ഈ ഒരു നടപടി ശുപാർശ ചെയ്തത്. അക്വർത്ത് കമ്മിറ്റി ആണ് ഇങ്ങനെ മാറ്റണം എന്നുള്ളൊരു ശുപാർശ കൊണ്ടുവന്നത്. റെയിൽവേ മാനേജ്മെന്റിനെ കുറിച്ചും ധനവിനിയോഗത്തെക്കുറിച്ചും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് ഈ പറയുന്ന അക്വർത്ത് കമ്മിറ്റി എന്ന് പറയുന്നത്. 2016 വരെ ഈ ശുപാർശ അനുസരിച്ചാണ് റെയിൽവേ ബജറ്റ് എന്ത് ചെയ്തത്, അവതരിപ്പിച്ച് പോകുന്നത്. അതായത് 1924 ഈ പറയുന്ന ജനറൽ ബജറ്റിൽ നിന്ന് മാറി റെയിൽവേ ബജറ്റിനെ കൊണ്ടുവന്നു. അപ്പൊ അതുവരെ 2016 വരെ ജനറൽ ബജറ്റ് വേറെ, റെയിൽവേ ബജറ്റ് വേറെ, അങ്ങനെയായിരുന്നു അക്വർത്ത് കമ്മിറ്റിയുടെ പ്രകാരം നടന്നു പോയിക്കൊണ്ടിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് 1947-ലാണ്. അന്നത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന ജോൺ മത്തായിയാണ് അത് അവതരിപ്പിച്ചത്. 1947 ജോൺ മത്തായിയാണ് ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത്. അവസാനമായിട്ട് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭുവാണ്. 2016-ലാണ് അവസാനമായിട്ട് അവതരിപ്പിച്ചത്. കാരണം 2016 ശേഷം പിന്നീട് ഇത് എന്ത് ചെയ്തു, ഒരുമിച്ച് കൊണ്ടുവന്നു. 2016 വരെ മാത്രമേ ഇന്ത്യൻ റെയിൽവേ ബജറ്റ് വേറെ അതുപോലെ ജനറൽ ബജറ്റ് വേറെ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. 2016 ശേഷം പിന്നെ അത് കോമൺ ബജറ്റിനോടൊപ്പമാണ് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ജോൺ മത്തായി. അദ്ദേഹമാണ് ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത്. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി എന്ന് പറയുന്നത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. ഇവർ രണ്ടുപേരും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗമായ വ്യക്തികളാണ്. അത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് പറയും. ജോൺ മത്തായി ആണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി എന്ന് പറയുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി എന്ന് പറയുന്നത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. ബിബേക് ദെബ്രോയി കമ്മീഷന്റെ ശുപാർശ പ്രകാരം റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റിനെ തന്നെ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് പിന്നീട് അത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ അക്വർത്ത് കമ്മിറ്റിയാണ് ഇത് രണ്ടും രണ്ട് ബജറ്റായിട്ട്, ജനറൽ ബജറ്റ് വേറെ റെയിൽവേ ബജറ്റ് വേറെ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു ശുപാർശ കൊണ്ടുവന്നതും അത്തരത്തിൽ അവതരിപ്പിച്ചതും. പിന്നീട് 2016 ശേഷം ദെബ്രോയി കമ്മിറ്റി വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ജനറൽ ബജറ്റിന്റെ കൂടെ മതി റെയിൽവേ ബജറ്റ്, അങ്ങനെ രണ്ടും ഒരുമിച്ച് മതി, ജനറൽ ബജറ്റിനോടൊപ്പം തന്നെ ചേർക്കേണ്ടതാണ് റെയിൽവേ ബജറ്റും എന്ന് ശുപാർശ ചെയ്തു. അതിനുശേഷം ആദ്യമായി 2017 അരുൺ ജെയ്റ്റ്ലിയാണ് ജനറൽ ബജറ്റ് അവതരിപ്പിച്ചത്. കാരണം ആ ജനറൽ ബജറ്റിൽ ഈ പറയുന്ന റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ബജറ്റും കൂടി ഉൾപ്പെടുന്നുണ്ട്. റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക വനിത എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ്. 2000-ലാണ്, അതായത് 2000-ൽ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക വനിത എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ്. ആദ്യത്തെ വനിതാ റെയിൽവേ മന്ത്രിയായിരുന്നു ഈ പറയുന്ന മമതാ ബാനർജി എന്ന് പറയുന്ന ആദ്യത്തെ വനിതാ റെയിൽവേ മന്ത്രിയായിരുന്നു മമതാ ബാനർജി. അവർ തന്നെയാണ് ആദ്യമായിട്ട് ഏക വനിത എന്ന് പറയുന്നത്, റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക വനിത എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ്. ഇനി നമുക്ക് മെട്രോയെ പറ്റി നോക്കാം. നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന മെട്രോ റെയിൽ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂർ മെട്രോയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സർവീസ് ആരംഭിച്ചത് കൊൽക്കത്ത മെട്രോയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽ സംവിധാനം കൊണ്ടുവന്നത്
കൊൽക്കത്തയിലാണ്. 1984 കൊൽക്കത്ത മെട്രോ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1984 ആദ്യമായിട്ട് ഇന്ത്യയിൽ മെട്രോ റെയിൽ സർവീസ് കൊണ്ടുവരുന്നത് കൊൽക്കത്ത മെട്രോയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള രാജ്യത്തെ ഏക മെട്രോ സംവിധാനമാണ് ഈ പറയുന്ന കൊൽക്കത്ത മെട്രോ. ഇന്ത്യൻ റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള രാജ്യത്തെ ഏക മെട്രോ സംവിധാനമാണ് കൊൽക്കത്ത മെട്രോ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ സംവിധാനം തുടങ്ങിയത് ഡൽഹി മെട്രോയാണ്. രണ്ടാമത്തെ മെട്രോ എന്ന് പറയുന്നത് ഡൽഹി മെട്രോയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായിട്ടുള്ള മെട്രോയാണ് ഈ പറയുന്ന ഡൽഹി മെട്രോ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമാണ് ഡൽഹി മെട്രോ. ആദ്യത്തേത് കൊൽക്കത്ത മെട്രോ, രണ്ടാമത്തേത് ഡൽഹി മെട്രോ. ഏറ്റവും തിരക്ക് പിടിച്ചതും ഏറ്റവും വലുതും ഡൽഹി മെട്രോയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ മെട്രോ സർവീസ് എന്ന് പറയുന്നത് ഹൈദരാബാദ് മെട്രോയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ മെട്രോ സർവീസ് എന്ന് പറയുന്നത് ഹൈദരാബാദ് മെട്രോയാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ സർവീസ് ആരംഭിച്ചത്, ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മെട്രോ സർവീസ് ആരംഭിച്ചത് ബാംഗ്ലൂരാണ്. അതായത് ബാംഗ്ലൂർ മെട്രോയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലോട്ട് വന്നാൽ ഇന്ത്യയിൽ കൊച്ചി മെട്രോ ഉണ്ട്. അപ്പോൾ കൊച്ചി മെട്രോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കേരളത്തിലേക്ക് വന്നാൽ കൊച്ചി മെട്രോ ഉണ്ട്. അത് ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽ സർവീസാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽ സംവിധാനമാണ് അല്ലെങ്കിൽ സർവീസാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. 2017 ജൂൺ 1-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 2017 ജൂൺ 1-ന്. ഇനി വന്ദേ ഭാരത് ഇതിലോട്ട് വരാം. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലെ റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്ത എന്താണ് രൂപകൽപ്പന ചെയ്ത പെരുമ്പൂരിന്റെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ഒരു പ്രത്യേക തീവണ്ടികളെയാണ് നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്നായിരുന്നു ഈ ഒരു തീവണ്ടിക്ക് പറഞ്ഞിരുന്ന പേര്. ട്രെയിൻ 18, വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യത്തെ പേര് ട്രെയിൻ 18 എന്നാണ്. 2019 ഫെബ്രുവരി 15-നാണ് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ത് ചെയ്തത്, സർവീസ് ആരംഭിച്ചത്. അപ്പോൾ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് എവിടെ മുതൽ എവിടം വരെയാണ്? ന്യൂഡൽഹി മുതൽ വാരണാസി വരെ 2019 ഫെബ്രുവരി 15-നാണ് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത്. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് ഒരു ദിവസം കൊണ്ട് യാത്ര പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഹ്രസ്വദൂര അതിവേഗ തീവണ്ടി സർവീസാണ് ഈ പറയുന്ന വന്ദേ ഭാരത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ദീർഘദൂര സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർവീസാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ്, അതായത് തിരുവനന്തപുരം ഒരു തലക്കിലും മറ്റത് കാസർഗോഡ് മറ്റു തലക്കിലും, അങ്ങനെയുള്ള രണ്ട് ഭാഗങ്ങളെ തമ്മിൽ, തെക്ക് വടക്ക് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ വന്നു. അപ്പോൾ ഇന്ത്യയിലെ 15ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കേരളത്തിലെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 15ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. അത് ഫ്ലാഗ് ഓഫ് ചെയ്തത് 2023 ഏപ്രിൽ 25-നാണ്. 2023 ഏപ്രിൽ 25-നാണ് അത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് റെയിൽവേയെ പറ്റി പഠിക്കാനായിട്ടുള്ളത്.